എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. ഏത് നിമിഷവും ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ അവിടെ മഴയുണ്ടോ? ഈ വീണ്ടും മലപ്രദേശത്തു നിന്നുള്ള വെള്ളത്തിന്റെ വരവ് ഒഴുക്ക് കൂടിയിട്ടുണ്ടോ? ഈ വെള്ളത്തിന്റെ വരവ് ദിവിഷേ നേരത്തെ രാവിലെ നമ്മൾ കണ്ട സ്ഥലങ്ങളിൽ വെള്ളമുണ്ടായിരുന്നത് പോലെ അല്ല. പിന്നീട് അങ്ങോട്ട് രാവിലെ ടൗണിലൊന്നും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ കോഴഞ്ചേരിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പക്ഷേ അവിടെയൊന്നും വലിയ പ്രശ്നം കണ്ടില്ല. പക്ഷേ ഈ ഇവിടേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല പ്രതിസന്ധി. ഇവിടെ വെള്ളം നന്നായി കയറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി വരും മണിക്കൂറുകൾ എങ്ങനെയാകും സ്ഥിതി എന്നുള്ള കാര്യം അറിയില്ല. ചേട്ടാ, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും? ചേട്ടാ, ഇപ്പം വെള്ളം കൂടുതലായിട്ടായത് ഡാം തുറന്നുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളമായത്. ഇനി മുമ്പോട്ടുള്ള സ്ഥിതി നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ പഞ്ചായത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടുകാരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ തലത്തിലായാലും MLA യുടെ തലത്തിലൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നു. ഇനി വെള്ളം ഒന്ന് ഇറങ്ങണമെങ്കിൽ എത്ര സമയം എടുക്കും? ചേട്ടാ, ഇവിടുന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, റാന്നി മേഖല പോലല്ല ആറന്മുള എന്ന സ്ഥലം. ഇത് ഒരു താഴ്ന്ന പ്രദേശമാണ്. ഇവിടുന്ന് വെള്ളം ഇറങ്ങാൻ 2-3 ദിവസമായാലും കുറഞ്ഞതെടുക്കും. 3 ദിവസം എടുക്കും. നമ്മൾ ഇതൊരു തുരുത്തു പോലെ ഒരു സ്ഥലമല്ലേ? ഇവിടുന്ന് ആളുകൾ എങ്ങനെ ഇത്രയും ആളുകളെ മാറ്റണ്ടേ? കാരണം ഇത് ഒരൊറ്റപ്പെട്ട സ്ഥലമാണ്. ഇത് വരുന്ന വഴി മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് എടുക്കുവാണ്. കാരണം ഇതൊരു സത്യമായ ദ്വീപ് പോലെ. അവരൊന്നും വരുന്നില്ലെന്ന് എത്രയോ നേരമായിട്ട് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ തന്നെ കണ്ടില്ലേ, നമ്മൾ ഇവരെല്ലാം വിളിക്കുന്നതാണ്. ആൾക്കാർക്ക് നമ്മളെത്രയോ ഒരു ഭീകരത തോന്നുന്നില്ലെന്നായിരിക്കാം. കാരണം ഇവർക്ക് എത്ര പറഞ്ഞാലും ഇവർ വീടിന്റെ മണ്ടയ്ക്ക് താമസിക്കുകയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ കിടന്ന് ഭയങ്കരമായിട്ട് വിളിക്കും, വാ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വീട്ടിലൊരാൾ ചേട്ടാ ഇവിടെ ഈ വീട്ടിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളെ മാറ്റാനുള്ള ശ്രമം ജനപ്രതിനിധികളൊക്കെ നടത്തുമ്പോൾ പോലും ഒരു വിധത്തിലും സഹകരിക്കാത്ത ആളുകളുണ്ട്. ഈ ആളുകളാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീടിൻ്റെയൊക്കെ മുറ്റമെന്നല്ല, വീടിൻ്റെ ഒരു നില പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അവിടെ കയറുമ്പോൾ പോലും ആളുകളോട് വരുന്നുണ്ടോ, ഇറങ്ങുക, നിങ്ങൾ മാറി താമസിക്കുക എന്ന് പറയുമ്പോൾ അവരത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ രക്ഷാപ്രവർത്തനത്തിനായി തിരുവനന്തപുരത്ത് നിന്നല്ലേ വന്നേ? തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ആളുകളുണ്ട്. കഴക്കൂട്ടത്ത് നിന്ന് വന്നേ. നിങ്ങൾ എത്ര പേരെ മാറ്റി? നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഈ വെള്ളത്തിലും പിന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ വെള്ളത്തിലുമായിട്ട് ഒത്തിരി ആൾക്കാരെ മാറ്റി. 2 ദിവസം കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും പറയുന്നത് കേൾക്കാത്ത ആളുകളെ കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അവര് മാറാനും തയ്യാറാകുന്നില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ പോയി നമ്മൾ ഉള്ള വള്ളത്തിൽ ഒരു പ്രായമായ അമ്മയെയും അതോടൊപ്പം തന്നെ ഒരു മോനെയും നമ്മൾ അവിടെ നിന്നും ഇവിടേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വരാൻ തയ്യാറായിരുന്നു. അവിടെ നിന്ന് സംസാരിക്കുന്നു. അവിടുന്ന് അവർ പുറത്തേക്ക് വന്ന് മറ്റു ക്യാമ്പിലേക്ക്. എവിടെയാട്ടോ അടുത്ത ക്യാമ്പുള്ളത്? അടുത്ത ക്യാമ്പെന്ന് പറഞ്ഞാൽ ആറന്മുള ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ക്യാമ്പാണ്. അതുപോലെ ഇവിടെ NSSന്റെ ഒരു കെട്ടിടം, കരയോ കെട്ടിടം, അതിനകത്തൊരു ക്യാമ്പാണ്. പിന്നെ ഓന്തേകാട് ഒരു സ്കൂളുണ്ട്, അത് സ്കൂളും ക്യാമ്പാണ്. 3 ക്യാമ്പ് നിലവിൽ മലപ്പുഴയിൽ ഇപ്പോൾ ഉണ്ട്. അവിടെ എത്ര പേരുണ്ട്? ഈ ആറന്മുള ക്യാമ്പിൽ 120 പേരോളം ആറന്മുള ക്യാമ്പിലുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എത്ര പേരെ മാറ്റാനുണ്ടാവും? പറയുവാണെങ്കിൽ 100-300 പേരിൽ കൂടുതലുണ്ട്. 300 പേരോളം കൂടുതലുണ്ട്. ഈ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഭക്ഷണവും സാധനമൊക്കെ എത്തിക്കാൻ തീർച്ചയായിട്ടും നമ്മളെ കഴിയും നമ്മൾ ചെയ്യും. നിങ്ങൾ കാണുന്നല്ലേ, രാവിലെ നമ്മൾ സാധനം മേടിച്ച് നമ്മൾ ബോട്ടിൽ തന്നെ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഭക്ഷണ സാധന സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മെമ്പറെ, ഇവിടുന്ന് ആളുകൾ മാറാൻ തയ്യാറാകുന്നില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുവാണ് പലരെയും. എന്നാലും ഇവിടെ കുറച്ച് ഫാമിലികളുണ്ട്, അവർ ഇതുവരെയായിട്ടും ഇറങ്ങാൻ വില്ലിങ് ആയിട്ടില്ല. എത്ര പേരുണ്ട് ഇനി മാറ്റാൻ? ഇവിടെ ഇനി ഒരു 5 കുടുംബങ്ങളോളം ഉണ്ട്. ഇതിനകത്തുണ്ട്. അത്യാവശ്യം പ്രായമായവരെയും കിടപ്പ് രോഗികളെയൊക്കെ നമ്മളിപ്പോൾ ഇറക്കിയിരിക്കുന്നു. നിർബന്ധിച്ചാണ് അവരെ ഇറക്കിയിരിക്കുന്നത്. ബാക്കി ഇനിയുള്ള 5 കുടുംബങ്ങൾ കൂടി മാറി താമസിച്ചെങ്കിലേ നമ്മളുടെ ഭാഗം ക്ലിയർ ആവത്തുള്ളൂ. ഇതൊക്കെ ഈ വെള്ളം എപ്പോഴത്തേക്ക് ഇറങ്ങി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു? മഴ കാര്യമായിട്ടില്ലെങ്കിൽ അത് ഇവിടുത്തെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. റാന്നിന്ന് വെള്ളം വരുന്നതനുസരിച്ച് ഇവിടെ വെള്ളം പൊങ്ങിയാൽ മഴ നിന്ന് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം പിടിക്കും ഇവിടുത്തെ വെള്ളം താഴാൻ. അത്രയും സമയമെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 2-3 ദിവസം കൂടി പ്രശ്നം ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാകും. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ പലർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗവുമില്ല. ഇനി ഇതിലധികം വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള മാർഗവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കഴിവതും ആൾക്കാരെ ഇപ്പം പുറത്താക്കാനായിട്ട് നോക്കിക്കൊണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകണം ഇവിടുന്ന്. നമ്മുടെ കരയോഗ കെട്ടിടമുണ്ട് കാഞ്ഞിരവേലി, ഒരു അംഗൻവാടിയുണ്ട് അവിടോട്ടാണ്. പിന്നെ അവിടെ ഒരു വീട് ഇപ്പൊ എടുത്തിട്ടുണ്ട്.
കുറച്ച് പേര് ബന്ധുവീടുകളിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവരെ നമ്മൾ തെക്കേമലയിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളൊക്കെ വന്ന് ഓരോ വീടുകളിലും എത്തി അവരോട് വീടുകളിൽ നിന്ന് മാറണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വീട്ടിൽ നിന്നും ആളെ ഇറക്കാനുള്ള ഒരു സ്ഥലത്താണ്. അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രായമായ അച്ഛനുണ്ട്. അദ്ദേഹത്തെ വള്ളത്തിലേക്ക് കയറ്റാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളുകളാണ്. അവരാണ് ഇപ്പോൾ വള്ളത്തിലേക്ക് എടുത്തു കയറ്റുന്നത്. അതേപോലെ മറ്റ് രണ്ടാളുകൾ കൂടി ഈ വള്ളത്തിലുണ്ട്. ബാക്കി ഈ പറയുന്ന അവശേഷിക്കുന്ന ആളുകളുണ്ട്. അവരെ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റും എന്നുള്ളതാണ്. അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊപ്പം രാവിലെ മുതൽ സഞ്ചരിക്കുന്നതാണ്. എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മാറാൻ ഒരു താല്പര്യം. മിക്കവാറും വീടുകളെല്ലാം 2 നില വീടുകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. അപ്പോൾ ഇവർക്ക് 2ാം നിലയിൽ കയറി നിന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷെ 2018 ഓർമ്മയുള്ള ജനപ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. അവർ കൃത്യമായി തന്നെ കാര്യം പറയുന്നുണ്ട്. ഇനി ഞങ്ങളെ വിളിക്കരുത്, ഞങ്ങൾ ഈ വഴിയില്ല, കാരണം അങ്ങോട്ട് വരാനുള്ള പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ വന്നത് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ, അവിടെ നിന്നും തിരുവനന്തപുരത്ത് നടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ കൊല്ലത്തു നിന്നടക്കം വന്ന ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടേക്ക് ഞങ്ങൾ വന്നത്. ഇനി വരുന്നതിന് പ്രതിസന്ധിയുണ്ട് എന്ന് പറയും. ഇവിടുന്ന് കയറിയോ, ഞാൻ തള്ളി വിടാം. കേറ്. ഇവിടെ പ്രായമായ ഒരു അമ്മയും അതോടൊപ്പം തന്നെ പ്രായമായ ഒരു അച്ഛനെയും വള്ളത്തിൽ കയറ്റി ഇവിടെ നിന്നും നമ്മൾ പോവുകയാണ്. ഇവിടെ തൊട്ടപ്പുറമുള്ള ഒരു ക്ഷേത്രത്തിൽ താമസിപ്പിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും. കാരണം നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് റാന്നിയിൽ നിന്നും ഇറങ്ങിയ വെള്ളം ആറന്മുളയിൽ എല്ലായിടങ്ങളിലും, ആറന്മുളയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുന്നു. ആകെ ഒരു ഭീകരാന്തരീക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും അതിനും അപ്പുറത്തേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നത്.